ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ ഏകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതാം മൃതിരഹിത കാരുണ്യത മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയ ദീവയുള്ള മഹിമാവിയരും ദൈവജനത്രി കന്യകയാ മറിയാമീന്നും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോരാ മശീഹ നിജമൃതിയ ലിവർത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനും ഋകുദിശ വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർപോ ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേലോ കൈക്കൊള്ളുവോ കേഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാബീബായി ബാറയ്ക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയോ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്നും കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്നു ഞാൻ എല്ലാം കൊണ്ട് നിങ്ങളെ ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോട് കൂടെ വന്ന് അവനെ യാത്രയയച്ചു. ഹാബീബായി ബാറയ്ക്കുമോ. പൗലോസു ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേ നീ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാദൂതൻ
സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കരുടെ യജമാനനും ആഹായി ബാരക്കുമോ. ശ്രീമാനോട് സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവനിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രതിഷ്ഠത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടുവരക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന് നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവൻ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവാകുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുന്നിട്ട് ഉള്ളവനല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിയിൽ ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. നാമോ പകലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചയും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരും പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീൻ. ആഹായി ബാരക്കുമോ. അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു.
നമ്മുടെ രക്ഷയായ തന്നെ ചെറുകിട സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു നേരത്താണ് നിങ്ങളുടെ യജമാൻ വരുന്നതെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിപ്പീൻ. ഏത് യാമത്തിൽ കള്ളൻ വരുമെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടുകൂടിയിരിക്കുകയും തൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരാണ്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. കരുണാംദീമശിഹാനാഥ തിരുരക്തത്താൽ വാങ്ങിയ സഭയിൽ ശ്രേഷ്ഠാചാര്യൻ തൽ സ്മൃതിധന്യം ബസേലിയോസിൻ പെരുന്നാൾ സ്വപ്രാർത്ഥനയിൽ സങ്കേതപ്പെട്ടോർക്കെല്ലാം വാഴ്വിൻ ആകട്ടെ തൽ പ്രാർത്ഥന ഞങ്ങൾ കാലംബം തൽ ബഹുമാനം വർദ്ധിച്ചിട കഷ്ടത ഞങ്ങൾക്കില്ലാതാക്കണമേ കർത്താവേ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിനെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബകുലകുന്യൗമോസോ ബാറക്കുമോർ. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും
ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ നിന്റെ തലയനത്തിൻ്റെ പാപങ്ങളും മായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീൻ. ഈറന്മാർക്കും മാലാകമാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പം മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധരുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകുല സുബാൻ ലവൽമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷകൾക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന്
കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായിരിക്കുന്ന നിന്റെ ദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹാ ജീവനും പരിശുദ്ധിയുമുള്ളവൻ താൻ നമ്മുടെ മേലും നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായ വാങ്ങിപ്പോയ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും മനസ്സ് പാപിയായ തൻ്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നു. ബത്രൈഹൂൻ ഓൽമേല ഓലം വൽമീ ബാറക്കുമോ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾ മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലിറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി
ഈ കുർബാന പ്രിയരേ ദുഃഖരുണയുടെയും അലിവിൻ്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ബാറക്കുമോർ സ്തോമൻ കാലോ കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹിക്കണമെന്ന് മോദിയ നാഥ നിൻ സ്നേഹം വാണിടണമെങ്ങളിലെന്നും സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ ഭൂതലമെങ്ങും നൽ ശാന്തി മാനവരിടയിൽ സംപ്രീതി. ബാറക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിൻ്റെ ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീൻ. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവെ അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ തൃത്വമായി നിനക്ക് സ്തുതിപാടി കീർത്തിക്കുന്നു. മസക്കിൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരവാനിരുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേദൽ വോലം വൽമീ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വൽകായേദൽ വോലം വൽമീ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എൻ്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ ദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും
നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മരണീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറഖ്മോർ, എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുൽ സുബാൻ ലവൽ മീൻ. ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നേടപ്പെട്ടു പോരുന്ന നമ്മുടെ വാദ്രീകന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ പരിശുദ്ധ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമസാല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദാവിപരീതികളുടെ വായ്കൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുൽ സുബാൻ ലവൽ മീൻ. ബാറഖ്മോർ,
സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും പീഡിതരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും അലസമായി നിമൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോർ. 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ജ്ഞാനഗോചരമായ സയോന്റെ ഗോപുരങ്ങളെ ചുറ്റി നടന്നെണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെടുത്തിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോ. ഭൂമിയിലെ സകലവംശങ്ങളെന്ന ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യയുതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മബ്ദാനായെയും ശമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സേപ്പാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായി ഞങ്ങളെ മരിച്ചുപോയവരെയും കൃപയോടെ നീ അർഹനാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോർ. ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തീനോപോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസലേമിന്റെ 1-ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും മത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രേഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും
അന്തീമോസും മിയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാർ യാക്കോബ ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമോവന്തസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രനെ സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ നീ ബഹിഷ്കരിച്ച് ദൂരത്താക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോവകുല സുബാൻ ലവൽമീ അരൂപിയുടെയും സകലജനങ്ങളുടെയുടേവനായിരിക്കുന്ന പിതാവാ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുന്നോട്ട് പ്രാവശ്യം വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപിലെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായ ഒരു ധാരണമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തന്നെ സ്വകാര്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നാട്ട് സുജു പറയണം. കർത്താവേ, നീ മൂലം അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപാവിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവനും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയരെ നീ ആശീർവദിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവ് കൂടാതെ നിന്റെ തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ അവനുരുദ്ധാനത്തിൽ നവീകരണത്തോടുകൂടി നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധരുവായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോവകുല സുബാൻ ലവൽമീ. തന്റെ തലമുറകളായ തലമുറകളെയും ലോകാലോകളോളം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈടയനെഴും താലന്തോകളെ കർത്താവിൻ വിളിയുള്ളോർക്ക് ഭാഗിച്ചോ കൊടുത്താൻ ഭംഗ്യാ തന്നകമേ വാണിടുന്ന റൂഹായുടെ വീരം മൂലം യോഗ്യത പോലോരോരും അധികാര സ്ഥാനം നൽകി ഉന്നതന കർത്താവിൻ്റെ സഭയിൽ ചോടിയായി നിൽപ്പാനും ശുദ്ധ്യാമേ ും പ്രോത്സാഹിപ്പിച്ചാനവരെ ശസ്ത്രധരൻ വീരൻ നാദിപനേ പോ ധീയന്നേ വിശ്വാസാർത്ഥം പാവനപോ രാട്ടം ചെയ്ത നീതിലോകം നിറവേറ്റി ശാന്ത്യാക ത്രിപദം ചേർന്ന തന്നെയോർക്കും നാൾ ഞങ്ങൾ മഹിമയഴും തൃത്വാത്മകനാ താതനയും നന്ദനനെയും റൂഹായെയും വാഴ്ത്തുന്നു തൽപ്രാർത്ഥനയും യാചനയും എല്ലാ നേരത്തും നിത്യം കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനായി ഞങ്ങളുടെ വാകളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മാ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടലും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറഖുമോ, അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകലാനുഗ്രഹങ്ങളും സകലാദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സഹവേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെയും ഞങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറഖുമോർ, ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഉള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂപായിക്കല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധവുമായിരിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ കരുണയാൽ ലോകത്തെ വിലയേറിയ തന്റെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച
പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുമായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാരെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കീടും മുറിയോരായ മേലൈനുവാദാരേ. ഇന്നാ സ്തുതിയോടു രാജമകൾ ഹാലേ ലുയായൗഹാലേ ലുയാ നിൻ വലമായി രാജഭാമിനിയോ നിന്നരകരജൻ മോഹിപ്പാൻ ഹാലേലൂയ ഹാലേലൂയ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാലിക്കുമോ ബോലപുറോ വലറൂഹോ കാദീശോ മനോലം വാദാമുൽ ഓലം ഉൽമീനാമി പുകഴ്ച ഭാജനമേ ുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് കേണം സൗമൻ കാലോസ്കുറിയേലായിസോ മന്നമകൾ കായി ശ്ലോമോ ദൂതവരൻ നിന്നോടു കൂടെ നാഥൻ ഉദയമതും പാറയ്ക്കുമോ ബോലപുറോ വലറൂഹോ കാദീശോ അഖില ജഗൽ പതിയേ നായകനായേറ്റി ഘോഷിച്ചൻ അതിബഹുമാനിച്ചു മറിയ വലുതാ പടവായ്ത മുറിയോറായി മേലൈനുവാദാരേ ഒറാനീശോ കുരിശും മാതൃജനത്തിൽ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം നയവാൻ വന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും മാറിക്കുമോ പോലപുറോ വൽറൂഹോ കാദീശോ ഓലം വാദാമുലോലം ഉൽമീനാമി ഒരു പോലിങ്ങും മാർത്തേപ്പാനോ സഹദാ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ
പ്രാർത്ഥനതിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാം. സ്തൗമൻ കാലോസ് കുറിയേലായിസോൻ. ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദീനെ ബാരക്കുമോ. മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തെ വടികളെയും മാവോറോകാദിശോവാദാലോകശാരീറോ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സമയത്ത് അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനി അല്പസമയം നമ്മോട് പരിശുദ്ധ ബാബ തിരുമേനിയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. പരിശുദ്ധ ബാബ തിരുമേനി, അഭിവന്യരായ തിരുമേനിമാരെ, വൈദിക സഹോദരങ്ങളെ, സഭാസ്ഥാനികളെ, സന്യസ്തരെ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. യേശു ക്രിസ്തുവിനെ പറ്റി മുന്നോടിയായ യോഹന്നാൻ അന്നത്തെ ശ്രോതാക്കളായ ജനങ്ങൾക്ക് നൽകിയ ഒരു ലീഡ് എന്ന് വേണമെങ്കിൽ പറയാം, സൂചനയാണ്. നിങ്ങൾ അറിയാത്ത ഒരാൾ, എന്നെക്കാളും നിങ്ങളെക്കാളും വലിയൊരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത് പല അർത്ഥത്തിൽ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഇണങ്ങുന്ന ഒരു പിതാവ് ഭൗതികമായി നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിട്ട് 40 നാൾ ഇന്ന് തികയുകയാണ്. അദ്ദേഹത്തിന് ദിദിമോസ് എന്ന നാമവും പിന്നീട് വലിയ ബാവ എന്നുള്ള സ്ഥാനവുമാണ് സഭ നൽകിയത്. ഇരട്ട എന്ന അർത്ഥമുള്ള ദിദിമോസ് എന്ന നാമം നൽകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തോമസ് ആയിരുന്നു. ദിദിമോസ് എന്ന തോമസ്. ഇരട്ട രണ്ട് ഏകദേശം ഒരുപോലെ വരുന്നതാണെന്നാണ് സങ്കല്പം അല്ലെങ്കിൽ മനുഷ്യശാസ്ത്രം. എന്നാൽ ഇന്ന് നമ്മൾ അറിയുന്നു, സയാമീസ് ഇരട്ടകളായാൽ പോലും വ്യത്യാസമുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളരുന്ന ഇരട്ടകൾ ബുദ്ധിയിൽ പോലും വളർച്ചയിൽ വ്യത്യാസമുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു ഇരട്ട, അതെങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ഭാവവും നമ്മൾ അറിയാത്ത ഒരുപാട് ഭാവങ്ങളും ആയ ഇരട്ട സ്ഥിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളോടൊക്കെ വളരെ കുറച്ചേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവത്തോട് വളരെ കൂടുതൽ പ്രാവശ്യവും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിദിമോസാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാവങ്ങളും വശങ്ങളും നമ്മൾക്ക് ദൃശ്യമായിരുന്നു. എന്നാൽ അദൃശ്യമായി വലിയ ഒരു വിചാര ധ്യാന പ്രപഞ്ചം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടുത്ത് പരിചയിച്ചവർ പോലും അറിയാത്ത ചില ആഴത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെയും ആത്മീക വ്യക്തിത്വത്തിൻ്റെയും തലങ്ങൾ അദ്ദേഹത്തിൽ വളരെയേറെ ഉണ്ടായിരുന്നു. വലിയ എന്ന പദം കേവലം പരുഷനാകുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ബിരുദമാണെന്ന് എനിക്ക് തോന്നുന്നത്.
പലർക്കും കാതോലിക്കമാർക്കും അല്ലാത്തവർക്കും സ്ഥാനത്യാഗം ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഈ വലിയ ഗ്രേറ്റ് എന്ന നാമം നൽകപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ഭാരതവർഷത്തിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരിൽ അക്ബർ എന്നാൽ ദി ഗ്രേറ്റ് എന്നാണല്ലോ അർത്ഥം. എന്നാൽ ഇദ്ദേഹത്തിന് ഈ വലിയ എന്ന നാമം നമ്മൾ നൽകി. നമ്മൾ ലൗകികമായി നോക്കിയാൽ ലൗകിക ദൃഷ്ടിയിൽ അദ്ദേഹം ഒരു വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ പലരും മിണ്ടുകയില്ല. ആരാണ് വലിയവൻ എന്ന് ചോദിച്ചാൽ ഒന്നിയിൽ വളരെ ബുദ്ധി വൈഭവമുള്ളയാൾ, അല്ലെങ്കിൽ നല്ല ആകാര സൗഷ്ഠവും സുകുമാര്യ രൂപമൊക്കെ ഉള്ളയാൾ, വലിയ മേധാശക്തിയുള്ളയാൾ, ജനസ്വാധീനമുള്ളയാൾ, നേതൃത്വ പാഠവുമുള്ളയാൾ, പ്രഭാഷണ ചാതുര്യമുള്ളയാൾ, ഇങ്ങനെ പലതുമൊക്കെ നമ്മൾ പറയും. ഇതൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെന്നും അതിൽ പലതും ഉണ്ടായിരുന്നുവെന്നും നമുക്കറിയാം. ഇപ്പം നമ്മൾ അറിയുന്നതിനേക്കാൾ നമ്മൾ അറിയാത്ത ഒരാൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു, ഒരു വലിയ ആൾ. ഇറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. അങ്ങനെ ഒരാളിൻ്റെ ശ്രാദ്ധം 40-ാം ദിന ശ്രാദ്ധമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ കുന്നിൽ അദ്ദേഹം കാലുകുത്തിയിട്ട് 3/4 നൂറ്റാണ്ട് 75 വർഷമെങ്കിലും കഴിഞ്ഞ് കാണും. 75 വർഷത്തെ ഒരു സന്യാസ ചര്യ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഒരാക്ഷേപം കേൾപ്പിക്കാതെ വളരെ അച്ചടക്കത്തോടു കൂടി ഗുരുഭക്തിയോടുകൂടി 3/4 നൂറ്റാണ്ട് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സ്ഥാനലബ്ധിയും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചര്യയെ അശേഷം സ്വാധീനിച്ചിട്ടില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം കുഞ്ഞാമാശനായാലും തോമസ് ഷെമ്മാശനായാലും CT തോമസ് കത്തനാരായാലും റമ്പാനായാലും തീമോത്തിയോസ് മെത്രാച്ചനായാലും ദിദിമോസ് ബാവായാലും ഒരു വ്യക്തിത്വമേ ഉള്ളൂ, വളരെ ആഴത്തിൽ വേരോടിയിട്ടുള്ള, നമ്മൾ അധികം അറിഞ്ഞിട്ടില്ലാത്ത ഒരാത്മീയതയുടെ വശം. അതിനെ ഇളക്കുവാൻ ആർക്കും കഴിയാമായിരുന്നില്ല. പ്രത്യേകിച്ച് 2-3 പേരിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ അദ്ദേഹം പഠിച്ചു. വായനയിൽ നിന്നും നോക്കിക്കണ്ട ജീവിത ദൃഷ്ടാന്തത്തിൽ നിന്ന് പറയാം പൊതുവിൽ. എന്നാൽ മഹാഭാഗ്യം കൊണ്ട് 3 ഉത്തുംഗരായ ഗുരുക്കന്മാരിൽ നിന്ന്, അവരെല്ലാം മാമുനികളായി, അവരിൽ നിന്ന് കണ്ടും കേട്ടും സഹവസിച്ചുമാണ് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടതെന്നാണ് എൻ്റെ വിചാരം. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് ഇവിടെ വന്ന അന്ന് റമ്പാനായിരുന്ന CM തോമസ്, പിന്നീട് തോമാമാർ ദീവന്നാസിയോസ് തിരുമേനി. പട്ടിണി മാത്രമായിരുന്ന ഒരു കാലം നിങ്ങൾ വിശ്വസിക്കുകയില്ല. അദ്ദേഹം പലപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ കാണുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല, ഒന്നുമില്ല. അന്ന് അരിയും കിട്ടാനില്ല, ചോറുമില്ല, കഞ്ഞിയുമില്ലാത്ത കാലത്ത് ഇത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. കാച്ചിലോ കാപ്പിയോ വല്ലതും കാണും, ചോറുമില്ല, കഞ്ഞിയുമില്ല. അന്ന് പിന്നെ ഒരു ഹോസ്റ്റൽ തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി. ആ ഹോസ്റ്റലിൽ കഞ്ഞിയുമുണ്ട്, ചോറുമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു ഷെഡുണ്ടായിരുന്നു ഇതിൻ്റെ അവിടെ വശത്ത്. അവിടെ ആദ്യകാലത്ത് മുകളിലൊരു ഷെഡിലും പിന്നീട് ഇവിടെയുമായിരുന്നു വാസം. അപ്പോൾ ഉച്ചയ്ക്ക് ഈ ഹോസ്റ്റലിലെ ചോറ് മാറ്റിയിട്ട് നമ്മുടെ ഭാഷയിൽ ഊറ്റി, വെള്ളം ഊറ്റി അവിടെ വെക്കും. പിന്നെ അതിൻ്റെ അകത്ത് യാദൃശ്യ കുറേ മാറ്റം കാണുമല്ലോ. ഇവിടെ നിന്ന് തൊട്ടി കൊണ്ടുപോയി ഈ വെള്ളം കൊണ്ടുവരും. ആരെങ്കിലും ചോദിച്ചാൽ പശുവിന് കൊടുക്കാനാണെന്ന് പറയുകയും ചെയ്യും. ഇത് കൊണ്ടുവന്ന് വിളമ്പി കഴിച്ച ഒരാളാണ് ദിദിമോസ് ബാവ. വെള്ളം മാത്രമേ ഉള്ളൂ, ഓരോരുത്തർക്ക് 2-3 പറ്റ് കാണുമായിരുന്നു. അങ്ങനെ കൊടും പട്ടിണിയിൽ വളർന്നതൊരു ഭാഗ്യമാണെന്നാണ് അദ്ദേഹവും കരുതി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് വളരെ അന്യമാണ് ഈ പറയുന്നതൊക്കെ. അങ്ങനെ പട്ടിണി കൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാകുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിലും വളരെ തീക്ഷ്ണമായി അദ്ദേഹം നിഷ്ഠയോടുകൂടി ജീവിക്കത്തക്കവണ്ണം 1-ാമത്തെ ഗുരുവിൽ നിന്ന് നല്ല ശാസന പാലിക്കുകയും ശാസന പഠിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഗുരുവായിരുന്നു മാർത്തോമാ ദീവന്നാസിയോസ് പിതാവ്.
അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ണിയായി വളർത്തിക്കൊണ്ട ആളാണ് കുഞ്ഞോമാച്ച. അച്ഛനായി കഴിഞ്ഞു ആ പേരെ വിളിക്കുള്ളൂ, കുഞ്ഞോമാച്ച എന്ന് വിളിക്കും, സക്കറിയാച്ച എന്ന് വിളിക്കും. ദിവന്നാസ്യോസ് തിരുമേനി അതാണ് ഒന്നാമത്തെ ഗുരു. അതികഠിനമായ ശിക്ഷണമാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്. രണ്ടാമത്തേത് കല്ലാശ്ശേരി ബാബായുടെ കൂടെ ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ കോട്ടയത്ത് പോയ പഴയ സെമിനാരിയിൽ ബാബായുടെ കൂടെ താമസിച്ചതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പലതും പഠിച്ച്. ഈ പാതിരാത്രിയിലെ പ്രാർത്ഥന, നമ്മൾ കാണുന്ന വലിയ ബാബ എന്ന് നമ്മൾ വിളിക്കുന്നതിൽ എന്തൊക്കെ അടങ്ങിയിരുന്നു അതൊക്കെ അത് നേരിട്ട് കണ്ട് അനുഭവിച്ച് സ്വാംശീകരിച്ചതിനുള്ള ഭാഗ്യം ഈ പിതാവിന് ലഭിച്ചു. ഇതൊക്കെ അദ്ദേഹം വല്ലപ്പോഴും പറയുമായിരുന്നു. അത് മുഴുവൻ നമുക്കങ്ങോട്ട് മനസ്സിലാകും. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ ഗുരു സുറിയാനി ഭാഷയും സംഗീതവും ഒക്കെ നല്ല സംഗീതം വൈശവുള്ള ആളായിരുന്നു ജി തോമസൻ അറിയാം. അദ്ദേഹത്തിൻ്റെ കുർബാനയൊക്കെ ആയിട്ട് ആകർഷിതരായ പലരും കൂടി ഇരിപ്പുണ്ടല്ലോ. ഔഗയൻ ബാബായുടെ മൗനവും പാണ്ഡിത്യം മൂലം വിനയവും പഠിപ്പും ഒന്നിച്ചു പോകുമെന്നാണല്ലോ ഭാരതീയ സങ്കല്പം. അങ്ങനെ സ്ഥിതപ്രജ്ഞനായവർ വലിയ നേട്ടം കൊണ്ടും വിജയം കൊണ്ടും മതിമറക്കുകയോ അഥവാ നിരാശാജന്യമായ കാര്യങ്ങളുണ്ടായാൽ പാതാളത്തോളം നിരാശയിൽ വീഴുകയോ ചെയ്യുന്നവരല്ല. അതാണ് സ്ഥിതപ്രജ്ഞർ നാം അർത്ഥം. ഔഗയൻ ബാബ അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവവും ഉള്ളടക്കവും മൗനം, എന്നാൽ വലിയ പണ്ഡിതൻ. പ്രധാനമായ 2 ഭാഷയിൽ, സുറിയാനിയിലും മലയാളത്തിൽ. അതോടൊപ്പം ഭാരതത്തിലെ സഭയും സിറിയയിലെ സഭയുടെയും യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിരുന്ന അസാധാരണ ഏക മലങ്കരയിലുണ്ടായിരുന്നയാൾ. ബാക്കിയുള്ളവർക്ക് അറിയാം, ഇത്രയും അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുകയും സുറിയാനി ഭാഷ അദ്ദേഹത്തിൽ അഭ്യസിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ ഗുരുവിനെയും അദ്ദേഹത്തിന് കിട്ടി. 1 അല്ല 3. ഒരു നല്ല ഗുരുവിനെ കിട്ടിയാൽ ഭാഗ്യമെന്നാണ് ഭാരതീയ സങ്കല്പം. ഇത് അദ്ദേഹത്തിന് 3 ഇരട്ടി കിട്ടി. ഇങ്ങനെ വളരെ നിഷ്ഠയോടുകൂടി അദ്ദേഹം ജീവിക്കുമ്പോഴും നർമ്മബോധത്തിന് കുറവൊന്നുമില്ല. നമ്മളോട് കുറച്ചും ദൈവത്തോട് അധികവും സംസാരിക്കുമെന്നാണല്ലോ ഞാൻ പറയുന്നത്. ചിലരോടൊക്കെ ഇഷ്ടമുള്ളവരോടൊക്കെ അദ്ദേഹം വർത്താനം, അല്ലാത്തവരെ കണ്ട വീണ്ടുകയില്ലെന്ന് മാത്രം വളരെ രസമായിട്ട് സംസാരിക്കും. കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ഞാൻ രാഘവലോകത്ത് വല്ലപ്പോഴും അദ്ദേഹത്തെ കാണാൻ അവിടെ കയറും. ചെന്നാൽ അവിടെ ചോദിക്കും, എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന് ഞാൻ പറയാം, പത്തനാപുരത്ത് നിന്നാണ്, അല്ലെങ്കിൽ കൊരട്ടി എന്ന് പറയുമ്പോൾ ഒരു ഉത്സാഹം കാണാം. ഈ സേവേറിയോസ് തിരുമേനോട് അടുപ്പവും ദീർഘയാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു സ്റ്റോപ്പായിരുന്നു കൊരട്ടി, മലബാറിപ്പോൾ. അതുകൊണ്ടായിരിക്കും. വല്ലതും കഴിച്ചോ? അപ്പം ഞാൻ പറയും, താഴെ പോയി കഴിച്ചോ. അപ്പോൾ പ്ലേറ്റ് ഒന്നുമില്ല, താഴെയാണോ കഴിക്കുന്നത്, നിലത്തെ എന്ന് പറഞ്ഞ ചൊരിച്ചിരി. ഇപ്പം നമ്മൾ വിചാരിക്കും ഇവരാരും യാതൊരു നർമ്മബോധമില്ല. അല്ല, നല്ലതുപോലെ നർമ്മബോധമുള്ളവരായ നമ്മുടെ ജേക്കബ് മാത്യു ജോജോ പറയും, അദ്ദേഹം കൂടെ കഥ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ UAE പോയി അദ്ദേഹം സ്ഥലം കാണാനൊക്കെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ആ പള്ളിക്കാരൻ ഒരാൾ വന്ന് അവിടുത്തെ ഒരു നേതാക്കന്മാർക്ക് അവർ നേതാക്കന്മാരാണെന്ന് ബാക്കിയുള്ളവർ അറിയണമെന്ന് ഒരാഗ്രഹം. അപ്പം അദ്ദേഹം കാതോലിക്ക ബാബയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്ന്, നിങ്ങളാരാന്ന് ചോദിച്ചു. ഞാൻ ദുബായ് പള്ളിയിലെ ഒരു അംഗമാണ്. അപ്പോൾ ചോദിച്ചു, തിരുമേനിക്ക് തമിഴ് അറിയാമോ? അറിയാം. 2-3 തമിഴ് വാക്കൊക്കെ പറഞ്ഞു. തിരുമേനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇംഗ്ലീഷിൽ ഏതാണ്ട് കവിതയൊക്കെ ചൊല്ലിക്കുകയും. തിരുമേനിക്ക് അറബി അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കി, എനിക്കറിയാൻ മേല. എന്നിട്ട് ഇങ്ങനെ നോക്കി വെച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, പിന്നെ തിരുമേനി എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? അയാളെ സൂക്ഷിച്ചു, ഞാൻ എൻ്റെ 2 കാലയിൽ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ അയാളെ അവിടെ കണ്ടില്ല. ഇതുപോലെ വളരെ നൈസർഗികമായി നർമ്മം പ്രയോഗിക്കുമായിരുന്നു അദ്ദേഹം. അതൊന്നും കൃത്രിമമല്ല, എന്നാൽ വളരെ ലളിതമായി ചിന്തിക്കുകയും. ഞാൻ കണ്ട ഒരു കാഴ്ച പറയാൻ വർഷങ്ങൾക്ക് മുമ്പ്, പ്രസംഗം നീട്ടുപോകുമെന്ന് എനിക്കറിയാൻ മേല, ജിജി തോമസിൻ്റെ സമയം ഞാൻ അപഹരിക്കുക. തൃശ്ശിനാപ്പള്ളിയിൽ അദ്ദേഹം വല്ലപ്പോഴും പോകുമായിരുന്നു. അവിടെ സ്കൂളും ആശുപത്രിയൊക്കെ ഉള്ളതുകൊണ്ട്. ഒരിക്കൽ ഞാനും എൻ്റെ കൂടെ ഇന്നത്തെ റമ്പാച്ചൻ, ഏലിയാസ് റമ്പാച്ചൻ, വേറെ ആരൊക്കെ അന്ന് ജമാശന്മാരായിട്ട് കൂടെ അവിടെ കണ്ട് ഞാൻ. അതിൻ്റെ ഒരു കുടില്ല 2 സ്ഥലത്തുണ്ടായിരുന്നു. ഒരു സ്ഥലം വിറ്റു, കുടില്ലാതെ അവിടെ പശുവും അവരെയൊക്കെ വളർന്ന സ്ഥലം. അതിൻ്റെ മുറ്റത്ത് ഇത്രയും വീതിയുള്ള ഒരു 8-10 ഇഞ്ച് വീതിയിലുള്ള ഒരു കല്ല്, വേലിക്കല്ല് പോലെ പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ വേണ്ടി മുറ്റത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, കളത്തി 2 സപ്പോർട്ട് കൊടുത്തു. ഈ തീമോസിയോസ് മെത്രാച്ചൻ ഈ ഇത്രയും വീതിയുള്ള കല്ലേൽ അവിടെ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ മുറ്റത്ത്. ഒരു ഭയങ്കര ചൂടും ആ വൃക്ഷത്തണലിൽ. അപ്പം നിങ്ങൾ അറിയാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത് പല അർത്ഥങ്ങളിൽ ഇദ്ദേഹത്തിന് വളരെ ഇണങ്ങുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്.
അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും വിമൻസ് ലിബറേഷനും വലിയ മോഡേൺ തിയോളജി ഒന്നും പറയാറില്ല അദ്ദേഹം. ഒത്തിരി വായിക്കുവാനും നമ്മുടെ യൂഹാനോൻ റമ്പാച്ചോട് ചോദിച്ചാൽ പറയും അട്ടപ്പാടി ധാരാളം വായിക്കുവാനും പുസ്തകം വായിച്ചു കൂട്ടുമായിരുന്നു. യാത്ര ചെയ്യുമ്പം ഒരു പടം കയ്യിലുണ്ട്, വാറിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മാതാവിൻ്റെയും ഗീവർഗീസായുടെയും പരിമളത്തിന്മയുടെയും ഫോട്ടോ ഇങ്ങനെ പടം അതിനകത്ത് വെച്ച് ഫ്രെയിം ചെയ്ത് അതിങ്ങനെ പിടിച്ചുകൊണ്ടാണ് യാത്ര കാറിൽ പോകുന്നത്. അപ്പുറം തിരുമേനി കണ്ടിട്ടുണ്ടായിരിക്കുക. ഇതിങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ചില ശക്തി സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അദ്ദേഹം പ്രഭാഷണം ചെയ്യുമ്പോൾ ഈ വലിയ വലിയ വിഷയങ്ങൾ മനുഷ്യൻ്റെ തലയുടെ മേളിൽ കൂടെ പോകുന്നത് ദഹിക്കാത്തതൊന്നും പറയില്ല. ചിലപ്പോൾ നീണ്ടു പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്നും പറയുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും കുമ്പിടിലിനെക്കുറിച്ചുമാണ് പറയുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും അറിയാൻ മേല. ചില പ്രായമാകുമ്പോൾ ഒരേ വിഷയം തന്നെ പറയും. ഉദാഹരണം നമ്മുടെ വി സി ശാമുവേലച്ചന് ഒത്തിരി പ്രായമായപ്പോൾ ബാംഗ്ലൂരിൽ അധികം നടക്കാനൊന്നും വയ്യ. അപ്പോൾ അദ്ദേഹം ഏത് മീറ്റിംഗ് കൊണ്ട് വെച്ചാലും പറയും എനിക്ക് തീരെ വയ്യ, എന്നാലും എനിക്കൊന്നും പറയാനുണ്ട്, എനിക്ക് ആ ഗ്രിഗോറിയോസിനെ കുറിച്ചൊന്ന് പറയണം. ഏതാ 1-ാം ദിവസത്തിലെ ഗ്രിഗോറിയോസ്, അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാപിക്കും. തീരെ വയ്യാതിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥന, കുമ്പിടിയിൽ, നോമ്പ്, ഇതിനെക്കുറിച്ച് പറയാൻ ആളില്ല. അതൊരു സത്യം. നമ്മളൊക്കെ അതിനേക്കാൾ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് കാലികമായി. പക്ഷേ ഈ പിതാവ് ഈ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിൽ തട്ടും വിധം സ്വന്തം അനുഭവ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശ്രവിക്കാതിരിക്കാൻ ഒക്കുക, നമ്മൾ അറിയാതെ കേട്ടുപോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു തിരിച്ച് ഇവിടെ ആദ്യ ഗുരുവിൻ്റെ അടുത്ത് തന്നെ വരണമെന്നുള്ള. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു, എഴുതി വെച്ചു. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സന്യാസിയുടെ മരണം സന്യാസ ഭവനത്തിലെ ഒരാളിൻ്റെ കടന്നുപോക്ക് ഒരു വലിയ സംഭവമല്ല. യഥാർത്ഥ സന്യാസികളും സന്യാസ ഭവനങ്ങളിലും അതിലെ ഒരു അംഗത്തിൻ്റെ കടന്നുപോക്ക് വലിയ കാര്യമായ വലിയ ബഹളം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. ഈ തീമോത്തി ബാബ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വെളിയിലെങ്ങാണ്ട് പോയി ഒരു ഗ്രീക്കോ സന്യാസ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ 2-3 ദിവസം താമസിച്ചു. ഒരു ദിവസം രാവിലെ വന്നുകൊണ്ട് ഞാൻ പാർലറിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ആശ്രമാംഗമായ പ്രായജതിനാര് ഇന്നലെ രാത്രി മരിച്ചു പോയത്. അങ്ങനെ അംഗങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ മരണം അവർക്ക് വലിയൊരു സംഭവമല്ല. കാരണം തോമാമാർ ദിവന്നാസിയോസ് എഴുതിയ മൗണ്ട് താബോർ എന്ന പുസ്തകത്തിൽ ഒരു വാക്കുകൂടെ അദ്ദേഹം ഈ സന്യാസികളുടെ കടന്നുപോയതിനെക്കുറിച്ച് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കും. നമ്മൾ വിശ്വസിക്കില്ല. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ട്രാൻസ്ഫർ, ഇവിടെ വന്നുള്ള പരിശീലനം ട്രാൻസ്ഫിഗറേഷൻ, ഇവിടുന്ന് കടന്നു പോകുന്നത് ട്രാൻസ്ലേഷൻ എന്നാണ്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയ ആളിൻ്റെ കൂടെ അവസാനം മറ്റേ ചില പിതാക്കന്മാരുടെ കൂടെ കഴിക്കാൻ എനിക്ക് അതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞില്ല അതൊരു കുറവാണ്. അത് 26-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ സന്ധ്യാസ്കാരം നടത്തപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജാന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അത് ഇവിടെ ഇരിക്കുന്ന 2-3 പിതാക്കന്മാരോട് 4 പേരുണ്ടായിരുന്നു. അപ്പുറം തിരുമേനി ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ദേവദോസിയോസ് തിരുമേനി, ക്രിസോസ്റ്റമോസ് തിരുമേനി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ദിവനാസിയോസ്. ഞങ്ങൾ ആ ലാസ്റ്റ് സമയത്ത് നമ്മുടെ സഭയുടെ നിഷ്കർഷ പോലെ ഞങ്ങൾ 4 പേരും സ്ലീവാതെ പിതാവിൻ്റെ നെറ്റിയിൽ വെച്ച് വിശ്വാസം ഏറ്റു പറഞ്ഞു. തെയോഫിലോസ് തിരുമേനി ഉണ്ടായിരുന്നു. വിശ്വാസം പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധറുഹായമാകുന്ന ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ് മാലാഖമാരുടെ സ്തുതിപ്പും ചൊല്ലി മോറാനെ ശുശ്രൂഷയൊക്കെ ചൊല്ലിയപ്പോഴത്തേക്ക് തീർന്നു. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി, അദ്ദേഹത്തിനും ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും ഭാഗ്യം. അവർ വളരെ ഭാഗ്യകരമായ രീതിയിൽ തികച്ചും വ്യത്യസ്തനായ ആൾ അങ്ങനെ തന്നെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഈ ധാരായിക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം അതിൻ്റെ നമ്മളിത് വായിച്ചു കേട്ടു. ഓരോ പിതാവും കടന്നു പോകും പറയും, എനിക്ക് ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളെ പിടിക്കുമെന്ന് ഓരോ പിതാവും പറയും കടന്നു പോകും. അതും കൂടെ മനസ്സിൽ വയ്ക്കുക. ഈ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കും. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നരനുടെ നാളുകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. റോവൽ റൂഹോ കാദീശോ മിന്നോലം വാദാമുൽ ഓലം വൽ മീനാമേ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ
ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിന്ന സൗമൻ കാലസ്കുറിയേലായിസോ. രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാത്തിരിക്കുമോ. ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നു നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മരമാതിനുയരെ കർത്താവേ കള്ളനു കെട്ടിയ നിന്റെ തൃത്വത്തെ കൊണ്ടാടി മറി ചോരും കൈക്കൊണ്ടിടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈകൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാ രക്ഷകനെ നൽകാ. താവകഗാത്രത്താ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം
അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമേ. തവമേരേ തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. നിന്മേരേ തങ്ങൾ ഞങ്ങൾക്കാചാരം തന്നതിനാൽ വിധിയിൽ നാഥ ചേർക്കരുതേ, നാഥ ചേർക്കരുതേ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ ഉയരേകിയ നാഥ വന്ദിക്കും അടിയാ. സത്യം കാക്കുന്നോ രുത്തമവിധിനാഥ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ, വിധിയൊഴിവാക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരത്താൽ ഞങ്ങളുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുവാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തത്താൽ ഞങ്ങളുടെ ആത്മാവ് പ്രശോഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, അത് ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി തീരുമാറാകണമേ. ആമേ. ലോകാലോകങ്ങൾക്കുടയവനായ തമ്പുരാനേ, രോഗവുമിവരുടെ പാപവുമിതിനാൽ മോചിക്കണമേ. ഹാലേലുയ്യോ, ഹാലേലുയ്യോ, ഹാലേലുയ്യ, ഹാലേലുയ്യോ, ഹാലേലുയ്യോ, കുറിയേ ലൈസോ. ഭയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. മിന്നലുടുത്തോർ നോക്കുകിൽ ലേറിയും നുടനെ അവനെ മണ്ണ്
മൺമയ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം പുത്രരഹസ്യങ്ങളഹോ വിണ്ണവരിടയിൽ കണ്ടിവനമ്മോടു സാക്ഷിക്കുന്നു. അട്ടഹസിച്ച് പറയണം. പിതാവിനും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകളിലേക്കും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷക്കായിട്ട് വന്നിട്ട് ഞങ്ങളുടെ വേർപ്പിന് ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ഉണ്ടാക്കുന്ന അതിന്റെ ബലിപീഠത്തിൽ നിന്ന് എന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്തെ നീട്ടിയാണ് കർത്താവുമെന്ന് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകിയുള്ള പ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വായിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെട്ടവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദൈവത്തിൽ ഉയരത്തിൽ തൻ മാതാവിൻ ഉന്നതിയും മഹിമോടെ സഹദേ മാർക്കും മൃദരിൽ കരുണയും ഉണ്ടാക. ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ പഠിച്ചെന്നതായ ശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ഭൂവാഗീതമേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർത്തൻ ഉയർപ്പും നീ തന്നെ. ഭോജനത്തിൽ പതിവായിട്ടുള്ള വാകളെ നിന്റെ ഏകപുത്രന്റെ ശരീരരത്നങ്ങളാകുന്ന ഈ ദിവ്യാദാനത്തിന്റെ അർഹങ്ങളാക്കി തീർത്ത ആ നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്ന് യോഗ്യമാകുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ മീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു.
ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയ. ആചാര്യന്മാർ, ശമ്മാശന്മാർ, യൗപദയാകിനർ, കുറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. ഉലകിൽ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യ. സഭയെ സേവിച്ചജപാലകനായുലകം വിട്ടോൾ മോർബസേലിയോസ് ദിദിമോസിനെ പ്രഥമനെ ഓർക്കണമേ നിൻ വാനവബലിയിൽ. സവിധേ ഉൾപ്രാ കുറവുകൾ പോക്കുക മശിഹാ സൂനോ നാഥ വിമലാത്മാവാ ദേവാ പാപം പോകി ഹാബീബാന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ പാപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ ക്രൂശമായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബൽഹീനും മഹാഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ണായി കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. ആമേൻ. കർത്താവ് അവിടുത്തെ കുർബാന കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.